ഈ തൃശ്ശൂർ മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിലാണ് ഈ കബാലി അവിടെ എത്തിയത്. അപ്പോൾ ഈ റോഡ് തടഞ്ഞ കബാലിയെ യാത്രക്കാർ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. വലിയ അപകടം പിടിക്കുന്ന ഒരു ഏർപ്പാടാണ്. തമിഴ്നാട് സ്വദേശികളാണ് ആനയ്ക്ക് തൊട്ടരികിൽ വാഹനം ഓടിച്ചെത്തി പ്രകോപനമുണ്ടാക്കിയത്. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, ഇന്നലെ തന്നെ പറഞ്ഞിരുന്നതാണ് കബാലിക്ക് മതപ്പാടുണ്ട്, അതിനെ പ്രകോപിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളത് കൂടിയാണ്. പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ട് ഇത്രയും വലിയൊരു പ്രകോപനം ആനയുടെ മുമ്പിലേക്ക് അങ്ങനെ വെളിച്ചമൊക്കെ അടിച്ച് വണ്ടി ഓടിച്ചെത്തിയിരിക്കുന്നൊക്കെ നമ്മൾ കാണുകയാണ് സംഭവിച്ചത്. നടരാജ്, വളരെ അപകടകരമായ ഒരു കാര്യത്തിലേക്കാണ് വിനോദസഞ്ചാരികൾ കടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കബാലി മതപ്പാടിലായപ്പോൾ തന്നെ വനം വകുപ്പ് നിർദ്ദേശം നൽകിയതാണ് ഈ റൂട്ടിലെ സഞ്ചാരം ഒഴിവാക്കണം, സഞ്ചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആനയെ പ്രകോപിപ്പിക്കരുത്. പക്ഷേ വളരെ ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആനയ്ക്ക് തൊട്ടടുത്ത് വാഹനം എത്തിച്ച ശേഷം ഹോൺ അടിക്കുക, തുടർച്ചയായി ഹോൺ അടിക്കുകയും അതുപോലെ തന്നെ വാഹനം റൈസ് ചെയ്ത് മുന്നോട്ടെടുത്തുകൊണ്ട് ആനയെ തുരത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് തമിഴ്നാട് സ്വദേശികളാണ് ഇത് ചെയ്തിട്ടുള്ളത്. വനപാലകർ ഇവരാരാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞായറാഴ്ച വൈകിട്ട് ആനക്കയം ഭാഗത്ത് ആന ഇറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തിയ സമയത്തുള്ള ദൃശ്യങ്ങളാണ് എന്നാണ് വനപാലകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്തതാരാണ് എന്ന കാര്യത്തിൽ അവരൊരു പരിശോധന തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വളരെ വളരെ അപകടകരമായ കാര്യത്തിലേക്കാണ് വിനോദസഞ്ചാരികൾ കടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആന ഈ വാഹനത്തെ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല. ആന ഈ വാഹനത്തെ ആക്രമിക്കുകയും അതിനുശേഷം ആന കാടിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു ആളപായം മറ്റും ഉണ്ടാവാത്തത് തന്നെ വലിയ ആശ്വാസമാണെന്ന് പറയാം. കാരണം മതപ്പാടിലുള്ള കബാലി വലിയ അപകടകാരിയായിരുന്നു. അത്തരത്തിലുള്ള ആനയാണ് ഹോൺ അടിച്ചും വാഹനം റേസ് ചെയ്തൊക്കെ തന്നെ വിനോദസഞ്ചാരികൾ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളൊരു ആശ്വാസമാണ്. പക്ഷേ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിലേക്കാണ് വിനോദസഞ്ചാരികൾ കടന്നത് എന്നുള്ളത് തീർത്തും ആശങ്കാകരമായ കാര്യമാണ്. ശരി, അറിയാത്ത പിള്ള അതെ, ഇവിടെ നല്ല ഇടി കിട്ടുമ്പോഴാണ് അറിയാൻ പോകുന്നത്. കാരണം ഈ ആനയൊക്കെ പ്രകോപിപ്പിച്ചിട്ടേ ഇതിപ്പോ തമിഴ്നാട്ടുകാരാണെന്ന് പറയും. തമിഴ്നാട്ടുകാരാണെങ്കിലും മലയാളികളാണെങ്കിലും ഒക്കെ കാട്ടാനയെ പ്രകോപിപ്പിച്ചാൽ എന്താകും കാട്ടാനയ്ക്ക് എന്ത് തമിഴിന് മലയാളിയാണ്. അപ്പോൾ യാത്രക്കാരാണെങ്കിൽ കൃത്യമായ ഒരു ശ്രദ്ധ, ഒരു എന്താ പറയാ ജാഗ്രത ഇക്കാര്യത്തിൽ വേണം. മാത്രമല്ല കാട്ടാനയെ പ്രകോപിപ്പിക്കാൻ മാത്രമല്ല മനുഷ്യ വലിയ വിവേചന ബുദ്ധിയുള്ള ആളാണ്, മൃഗാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിവേചനം ഇല്ലാതെ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന ആനയുടെ മുമ്പിൽ പോയി നിൽക്കുന്നത് വഴിയെ പോകുന്ന പണി ഇരന്ന് മേടിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് പരമാവധി വലിയ അപകടം ഉണ്ടായില്ല സേഫ്, അത് തന്നെ വലിയ കാര്യം. ശരി, അപ്പൊ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടെ പോകേണ്ടതുണ്ടല്ലേ.